മാതൃഭൂമിയിലെ പ്രധാനപ്പെട്ട വാർത്ത നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്നുള്ളതാണ്. ഡിജിറ്റൽ കറൻസിയിലേക്ക് പോവുകയാണ്. മാറ്റത്തിന്റെ കാറ്റിൽ പറന്ന് പേപ്പർ കറൻസി. എന്താണ് വാർത്ത? ഫെബ്രുവരി 1 മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമായിരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കള്ളപ്പണം പൂർണ്ണമായും തടയുക, സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ പ്രഖ്യാപനമെന്ന് RBI ഗവർണർ ഡോക്ടർ അരവിന്ദ് കുമാർ പറഞ്ഞു. തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ പൂർണ്ണമായും നോട്ട് പിൻവലിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇടം നേടും. നേരത്തെ 2 രാജ്യങ്ങളാണ് പൂർണ്ണമായും നോട്ട് രാജ്യത്തു നിന്ന് ഒഴിവാക്കിയത്. ഒന്ന് ചൈന, മറ്റൊന്ന് സ്വീഡൻ. എന്നീ രാജ്യങ്ങളും സമ്പൂർണ്ണമായി ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറിയിരുന്നു. പുതിയ നയപ്രഖ്യാപനത്തിലൂടെ രാജ്യം ആഗോളതലത്തിൽ പ്രധാന സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ച ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ പൂർണ്ണതയാണ് ഇതിലൂടെ കൈവരിക്കുന്നത്. ഡിജിറ്റൽ പണമിടപാടുകൾ ഇന്ത്യയിൽ ശക്തിപ്പെട്ടിരുന്നുവെങ്കിലും സമ്പൂർണ്ണമായി നോട്ട് നിരോധനം ഏർപ്പെടുത്തിയിരുന്നില്ല. പൊതുജനങ്ങൾക്ക് പ്രയാസമുണ്ടാകാതെ ഘട്ടം ഘട്ടമായി നോട്ടുകൾ പിൻവലിച്ചാണ് പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറുന്നതെന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചു. ആഭ്യന്തര ഇടപാടുകൾ, രാജ്യത്തിന് പുറത്തേക്കുള്ള പണമിടപാടുകൾ എന്നിവയിലെല്ലാം സർക്കാരിന് നിയന്ത്രണം ലഭിക്കുമെന്നതാണ് ഇതിന്റെ നേട്ടം. രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്കും ഭാവി വളർച്ചയ്ക്കും ഡിജിറ്റൽ കറൻസി ഗുണകരമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അങ്ങനെ നോട്ടിന് നമ്മൾ വിട നൽകുന്നു. ഇനി ഡിജിറ്റൽ കറൻസിയിലേക്ക് നമ്മൾ കടക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുക. ഫെബ്രുവരി 1 തീയതി മുതൽ എല്ലാ നോട്ടുകളും പിൻവലിക്കപ്പെടും. പകരം ഡിജിറ്റൽ കറൻസി ആയിരിക്കും ഇനി അതുമുതൽ ഉണ്ടാവുക. അത് ചെറിയ ആഭ്യന്തര ഇടപാടുകൾ മുതൽ രാജ്യത്തിന് പുറത്തുള്ള വിനിമയങ്ങൾ വരെ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലേക്ക് നമ്മൾ മാറാൻ പോകുന്നു. നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നപ്പോൾ എൻ്റെ അടുത്തിരുന്ന 2 പേർ എന്നോട് ചോദിച്ചു, ഫെബ്രുവരി 1 തീയതി മുതൽ ഇനി ഡിജിറ്റൽ കറൻസിയല്ലേ അനുവദിക്കൂ? ഇത് വല്ലാത്തൊരു ചതിയായി പോയല്ലോ. പേപ്പർ നോട്ടുകളൊക്കെ നിരോധിച്ചുവോ? ഡിജിറ്റൽ കറൻസി വരുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. എന്നാൽ ഫെബ്രുവരി 1 മുതൽ നോട്ടുകൾ പൂർണ്ണമായി നിരോധിക്കുക. എന്തൊരു അസംബന്ധമാണ് പത്രങ്ങളിൽ വാർത്തയായി വരുന്നത്. മലയാളികളെ മരയൂളകളാക്കുന്ന പത്രപ്രവർത്തനം. സംഗതി പരസ്യമാണെന്നൊന്നും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. കേരളത്തിലെ പത്രങ്ങളൊക്കെ ഇന്ന് മലയാളികളെ തനി വിഡ്ഢികളാക്കി. രാവിലെ പത്ര അവലോകനം നടത്തുന്ന ഡോക്ടർ അരുൺകുമാറാണ് ഏറ്റവും വലിയ കുഴിയിലകപ്പെട്ടത്. റിപ്പോർട്ടർ ചാനലിൽ പത്രാവലോകനം നടത്തുന്ന ഡോക്ടർ അരുൺകുമാർ പത്രങ്ങളിലെ മുഖ്യ വാർത്തകൾ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഫെബ്രുവരി 1 മുതൽ കറൻസി നോട്ടുകളെല്ലാം നിരോധിച്ചുവെന്നും ഇനി ഡിജിറ്റൽ കറൻസി മാത്രമാണെന്നും അരുൺകുമാറിന്റെ പ്രഖ്യാപനം. അരുൺകുമാർ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുന്നതിൽ തെറ്റു പറയാൻ കഴിയില്ല. കാരണം മനോരമയും മാതൃഭൂമിയും മുതൽ സകലമാന പത്രങ്ങളും ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. റിപ്പോർട്ടർ ചാനലിന്റെ വലിയ ബ്രേക്കിംഗ് ന്യൂസ് പോലെയാണ് പത്ര അവലോകനം ഇന്ന് ഡോക്ടർ അരുൺകുമാർ നടത്തിയത്. ദുഃഖാർത്ഥമായ അന്തരീക്ഷം. ഇനിയിപ്പോൾ കയ്യിലിരിക്കുന്ന ഈ പേപ്പർ കറൻസികളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പത്രവായന ശീലമാക്കിയ മലയാളികളാവട്ടെ ഈ വാർത്ത കണ്ടപാടെ പത്രം ഓഫീസുകളിലേക്ക് നിലയ്ക്കാതെ ഫോൺ വിളിച്ചു. ചാനൽ ഓഫീസുകളിലേക്കും ഫോൺ വിളികൾ തുടർന്നു. എല്ലാവർക്കും അറിയേണ്ടത് ഫെബ്രുവരി 1 മുതൽ ഇനി കയ്യിലിരിക്കുന്ന പേപ്പർ കറൻസി കൊണ്ട് എന്ത് ചെയ്യുമെന്നാണ്. നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി. ഫെബ്രുവരി 1 മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമായിരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കള്ളപ്പണം പൂർണ്ണമായും തടയുക, സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ പ്രഖ്യാപനമെന്ന് RBI ഗവർണർ ഡോക്ടർ അരവിന്ദ് കുമാർ പറഞ്ഞു. ഇത്തരത്തിലാണ് വാർത്ത. ഇനി അതിന് താഴെയുള്ള വാർത്തകളോ? ഹായ്, ഒഴിവായി വൻ ദുരന്തം, രക്ഷപ്പെട്ടത് 30,000 പേർ. ചെമ്പ്രാമലയ്ക്ക് സമീപം അത്തിമലയിലെ ഉരുൾപൊട്ടൽ സാധ്യത. അതിനൂതന AI സാങ്കേതിക വിദ്യ പ്രവചിച്ചതോടെ ഒഴിവായത് വൻ ദുരന്തം. അതും പോരാഞ്ഞിട്ട് ആഴക്കടൽ ഇനി ആൾക്കടൽ. താമസക്കാരെ വരവേറ്റ് ആദ്യ ആഴക്കടൽ നഗരം ഓഷ്യാനസ്. കടലിനടിയിലൊരുക്കിയ കൗതുകകരമായ കരിമരുന്ന് പ്രയോഗത്തിന് മായികാന്തരീക്ഷത്തിൽ ആദ്യ സമുദ്ര നഗരിയിലെ ആദ്യ ഷെല്ലിന്റെ താക്കോൽ കൈമാറ്റം അവിസ്മരണീയമാക്കി ശാസ്ത്രലോകം. ഓഷ്യാനസിലെ ആദ്യ താമസക്കാരിയും സമുദ്രശാസ്ത്രജ്ഞയുമായ ഡോക്ടർ അലീന വേഗ താക്കോൽ ഏറ്റുവാങ്ങിയപ്പോൾ പിറന്നത് പുതിയൊരു ചരിത്രം. ഭാവിയും കൈകോർത്ത നിമിഷത്തിൽ സമുദ്ര നഗരമായ ഓഷ്യാനസ് പുതുതായി പാർക്കാനെത്തിയ 100,000-ഓളം പേരെ ഹാർദവുമായി വരവേറ്റു. സമുദ്രത്തിനടിയിൽ 100,000 പേർ പോയി താമസിക്കുന്ന നഗരം. പിന്നെയുമുണ്ട് കേരളത്തിനിത് അഭിമാന മുഹൂർത്തം. റോബോ മന്ത്രി @1. മന്ത്രി CK50 മന്ത്രിസഭയിൽ 1 വർഷം പൂർത്തിയാക്കുന്നു. കേരളത്തിലെ ആദ്യ റോബോ മന്ത്രി 1 വർഷം പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ഇന്ന് തുടക്കം. ഗോളാന്തര കിരീടം പങ്കിട്ട് ഭൂമിയും ചൊവ്വയും. ഷിഫ ഗോളാന്തര കപ്പ് ഫൈനൽ കണ്ടത് 500 കോടി ആരാധകർ. ഗോളാന്തര കിരീടം പങ്കിട്ട് ഭൂമിയും ചൊവ്വയും. ഇത് വായിച്ചപ്പോൾ സാധാരണ ജനങ്ങളുടെയൊക്കെ കിളിപോയി. ഡിജിറ്റൽ കറൻസി വരുന്നു, നോട്ടുകൾ ഇനിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പാതി വിശ്വസിച്ചു.
സമുദ്രത്തിനടിയിൽ 100,000 പേർ പോയി പാർക്കുന്ന കഥ കേട്ടപ്പോൾ അന്തം വിട്ടു. എന്നാൽ ഭൂമിയും ചൊവ്വയും തമ്മിലുള്ള ഗോളാന്തര കിരീടത്തിന് വേണ്ടിയുള്ള മത്സരത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ആടിനെ പട്ടിയാക്കിയത്. പത്രവാർത്തകൾ സംപ്രേഷണം ചെയ്യുന്ന അരുൺകുമാറിനും സംഗതി കളിപ്പ് പറ്റി. ചെന്നു വീണത് പാതാളക്കുഴിയിൽ. വായിച്ച് അരുൺകുമാറിൻ്റെയും കിളി പോകുന്ന കാഴ്ച. ഇപ്പോഴിതാ അരുൺകുമാറിൻ്റെ ആ വീഡിയോയ്ക്ക് താഴെ കമൻറ്റോട് കമൻറ്റ്. ഇമ്മാതിരി പൊട്ടത്തരം നിങ്ങൾ കാട്ടിയല്ലോ എന്നായി ഡോക്ടർ അരുൺകുമാറിനോട്. കഴിഞ്ഞ ദിവസം അരുൺകുമാറിൻ്റെ പത്രപ്രവർത്തന ചരിത്രമൊക്കെ വിശദീകരിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനേറ്റ കനത്ത പ്രഹരമായി പോയല്ലോ അരുൺകുമാറെ ഇമ്മാതിരി അബദ്ധ പറച്ചിൽ. പണം കിട്ടിയാൽ എന്തും ചെയ്യുമെന്ന ഒരുതരം നെഗളിപ്പാണ് ഇപ്പോൾ മലയാളത്തിലെ പത്രങ്ങൾക്ക്. അതിൻ്റെ അനന്തരഫലമാണ് അവർ അനുഭവിക്കുന്നത്. ഇമ്മാതിരി ഉടായിപ്പുമായി ജെയിൻ യൂണിവേഴ്സിറ്റി കേരളത്തിലേക്ക് ഇറങ്ങിയാൽ അവരും പച്ച തൊടില്ല എന്ന് വ്യക്തമാണ്. ആടിനെ പട്ടിയാക്കുന്ന ഇത്തരം പരസ്യങ്ങൾ കൊടുത്തിട്ട് ഈ പത്രത്തിൻ്റെ ഒരു മൂലയിൽ ഇതൊരു സാങ്കല്പിക വാർത്താ പേജാണ് എന്നൊക്കെ എഴുതിയിട്ട് എന്ത് കാര്യം? കണ്ണിൽപ്പെടാത്ത രീതിയിൽ പത്രത്തിൻ്റെ ടൈറ്റിലിന് താഴെ മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആരുടെയും കണ്ണിൽപ്പെടില്ല. വാർത്തയുടെ സൈഡിൽ ഒരു മുന്നറിയിപ്പ് കൊടുത്തു. കൊച്ചി ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ദ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2025 പ്രചരണാർത്ഥം സൃഷ്ടിച്ച സാങ്കല്പിക വാർത്തകളാണ് പത്രത്തിൻ്റെ മാർക്കറ്റിംഗ് ഫീച്ചറിൽ നൽകിയിരിക്കുന്നത്. ഇതുകൊണ്ട് എന്ത് കാര്യം? എന്തായാലും സംഘാടകർ ഉദ്ദേശിച്ച കാര്യം നേടി. അവർക്കൊരു പബ്ലിസിറ്റി കിട്ടി. ആ വാർത്ത എല്ലാവരും അറിഞ്ഞു. എന്നാൽ മലയാളത്തിലെ പത്രങ്ങളാവട്ടെ നാണക്കേടിന്റെ പടുകുഴിയിൽ പതിച്ചിരിക്കുന്നു. ഇമ്മാതിരി ഊള പത്രക്കെട്ടുമായി ഇറങ്ങി പുറപ്പെട്ടേക്കരുത് എന്ന് പറഞ്ഞ് പത്രക്കാരുടെ നേർക്ക് ഇപ്പോൾ വീട്ടുകാർ തട്ടിക്കയറുന്നു. 2050 പത്രങ്ങളുടെ മുൻപേജ് എങ്ങനെയായിരിക്കും എന്ന ഭാവനയാണ് അവർ മാർക്കറ്റിംഗ് ഫീച്ചറിൽ ഉൾക്കൊള്ളിച്ചത് അത്രേ. എന്നാൽ ജനങ്ങളെ തനി പൊട്ടന്മാരാക്കി എന്നത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. പത്രങ്ങളുടെ മുൻപേജിൽ തന്നെ മാർക്കറ്റിംഗ് ഫീച്ചറാണ് എന്നൊക്കെ മുന്നറിയിപ്പ് നൽകിയെന്നവർക്ക് വിശദീകരിക്കാം. എന്നാൽ അതൊന്നും ഒറ്റയടിക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. വാർത്ത കേട്ട് ഞെട്ടി സത്യമാണെന്ന് ധരിച്ച പലരും ഇപ്പോൾ പത്രം ഓഫീസുകളിലേക്ക് നിലക്കാതെ ഫോൺ വിളിച്ച് തെറിയോട് തെറിയാണ്. ഇമ്മാതിരി തെറി ഇതുവരെ കേട്ടിട്ടില്ല എന്നാണ് പത്രം ഓഫീസുകളിൽ ഇരിക്കുന്നവർ പറയുന്നത്. ആളുകളെ കബളിപ്പിക്കുന്ന വിധത്തിൽ ഇത്തരം പരസ്യ വാർത്തകൾ നൽകാൻ മടിക്കാത്തവർ നാളെ വാർത്തകൾക്കിടയിൽ എന്തെല്ലാം തിരികെ കയറ്റുമെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. പണത്തിനു വേണ്ടി ഇങ്ങനെ എന്ത് ചെയ്യാമോ? റിപ്പോർട്ടർ ചാനലിന്റെ ഗതികേടാണ് ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ. അതും ഡോക്ടർ അരുൺകുമാറിന് പറ്റിയ അബദ്ധം. താൻ വായിക്കുന്ന വാർത്തകൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഡോക്ടർ അരുൺകുമാർ പത്രവാർത്തകളിലൂടെ മുന്നോട്ട് പോകുന്നത്. എന്നാൽ താൻ വായിക്കുന്നത് അബദ്ധമാണ് എന്ന് ഏറ്റവും ഒടുവിൽ അരുൺകുമാർ പാതി തിരിച്ചറിഞ്ഞു. റിസർവ് ബാങ്ക് ഗവർണറുടെ പേര് പോലും തെറ്റിച്ച് നൽകിയിട്ടും എന്തുകൊണ്ട് അരുൺകുമാർ അതൊന്നും തിരിച്ചറിഞ്ഞില്ല? പിന്നീട് അബദ്ധം പറ്റിയ അരുൺകുമാർ ആകെ ഉരുണ്ടു കളിക്കുന്ന അവസ്ഥ. ബുദ്ധിജീവി പരിവേഷത്തോടെ ജീവിക്കുന്ന അരുൺകുമാറിന് പോലും ഇത്തരമൊരു അബദ്ധം പറ്റിയെങ്കിൽ കേരളത്തിലെ സാധാരണക്കാരുടെ ഗതി എന്താണ്? അത് ഈ പത്ര ഉടമകളോ പത്രാധിപരോ ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണക്കാരിൽ പലരും വാർത്ത വായിച്ച് ഞെട്ടി എന്ന് മാത്രമല്ല, ഈ വാർത്തകളുടെ സ്ക്രീൻഷോട്ട് ഇപ്പോൾ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. ജനങ്ങൾ ഞെട്ടിവിറച്ചു നിൽക്കുന്നു എന്നർത്ഥം. മിക്ക പത്രങ്ങളും സ്വന്തം ഫോണ്ടിലും സ്വന്തം ടൈറ്റിലുമൊക്കെയാണ് ഈ ഫീച്ചർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാർത്ത ശരിയാണ് എന്ന് എല്ലാവരും ധരിക്കും. 2050 ജനുവരി 24 എന്ന ഡേറ്റ് ലൈൻ തന്നെ മലയാള മനോരമ പത്രത്തിൽ നൽകി. എന്നാൽ മാതൃഭൂമിക്ക് അവിടെയും കളിപ്പ് പറ്റി. മാതൃഭൂമിയിൽ വന്നിരിക്കുന്നത് 2025 ജനുവരി 24. ഈ വാർത്തകൾ പലരും ആധികാരികമാണ് എന്ന് കരുതിയിരിക്കുകയാണ്. ഇനി ഇതെല്ലാം വെറും ഭാവനാ സൃഷ്ടിയായിരുന്നു എന്ന് ജനങ്ങളെ എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും? വാട്സാപ്പ് ഗ്രൂപ്പുകളായ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഈ വാർത്തകൾ ഇപ്പോൾ തത്തിക്കളിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ പറക്കുന്നു. വാർത്ത വായിച്ചവർ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നടുവിൽ കയ്യും തിരികിയിരിക്കുകയാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വാർത്ത നൽകിയതിനെതിരെ ശക്തമായ പ്രതികരണവുമായി പലരും രംഗത്തെത്തി. ചിലർ നിയമപരമായ നടപടികൾക്കൊരുങ്ങുന്നു. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം പരസ്യങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത്. മാർക്കറ്റിംഗ് എന്ന നിലയിൽ ഒരുപക്ഷെ ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് അവരുടെ ഈ കുതന്ത്രം വിജയിച്ചിരിക്കാം. എന്നാൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന അതേ തന്ത്രം ഒരു യൂണിവേഴ്സിറ്റിയുടെ പേരിൽ അവർ പുറത്തെടുത്തത് അത് അംഗീകരിക്കാൻ കഴിയില്ല. പത്രപരസ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി. പിന്നീട് ഇത്തരം പരസ്യങ്ങൾ പലരും ആവർത്തിച്ചാൽ എന്താവും വാർത്താലോകത്തെ സ്ഥിതി? ഇപ്പോഴത്തെ പത്രാധിപന്മാരുടെ ഒരു നിലപാട് കഷ്ടം തന്നെ, അല്ലാതെ എന്തു പറയാൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.